ഒരുപാട് ക്ലീഷേ ബ്രേക്കിംഗ് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരേ സമയം മറ്റേ ത്രില്ലറും കോമഡി ഒരുമിച്ച് കൊണ്ടുപോയി. അത് എല്ലാ സിനിമയിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഷൗബിനാണെങ്കിലും ബേസിലാണെങ്കിലും ക്ലീഷേ ബ്രേക്കിംഗ് ആണ്. അതാണ് എനിക്ക് നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കോ ഇല്ല എന്ന്. അപ്പം സംഭവം കിടിലം പടം. ബേസിലിന്റെ തൃശ്ശൂർ സ്ലാങ് കുറച്ച് ഇതായിട്ട് തോന്നി, പക്ഷെ അല്ലാതെ കിടിലം പടമായിരുന്നു. കോമഡി ഉണ്ട്, കോമഡിയും ത്രില്ലറും ഒരുമിച്ച്. അപ്പോൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. ഹൊററില്ല, പക്ഷെ കുറെ എക്സൈറ്റിംഗ് എഡ്ജ് ഓഫ് ദ സീറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം തിയേറ്ററിൽ വന്ന് കാണുന്നതാണ് നല്ലത്. ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചുകൂടെ ത്രില്ലിങ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, പക്ഷെ കഥ എങ്ങോട്ട് പോകും നമ്മളിങ്ങനെ കൺഫ്യൂസ് ചെയ്തിരിക്കും. അപ്പം അതൊരു നല്ല ഫാക്ടറാണെന്ന് തോന്നുന്നു. എടുത്തു പറയുന്നത് ബേസിൽ, സൗബിൻ ഇവരുടെയൊക്കെ പെർഫോമൻസ്. പിന്നെ മ്യൂസിക് കിടിലായിരുന്നു. വിഷ്ണു വിജയാന്ന് തോന്നുന്നു മ്യൂസിക് ചെയ്ത്. അപ്പോൾ പുള്ളി കിടിലായിട്ട് ചെയ്തു. ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഇഷ്ടപ്പെട്ടെ. എൻഗേജിങ് ആണ്. കോമഡിയും ക്രൈമും എല്ലാം കൂടെ ഒരുമിച്ച്. അഭിനയം അടിപൊളിയായിരുന്നു, സൗബിൻ അടിപൊളിയായിരുന്നു. ഇത് പറയേണ്ടതെന്ന് വെച്ചാൽ ക്രൈമും കോമഡി ഒരുമിച്ച് അവർ കൊണ്ടുപോകുന്നുണ്ട്. അത് രസമായിരുന്നു കാണാൻ. ഫസ്റ്റ് ഹാഫിനും സെക്കൻഡ് ഹാഫ് ആയിരുന്നു പിടിച്ചിരുത്തി നമ്മളെ. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് മാക്സ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ അഭിനയം നല്ല രസമായിരുന്നു. സൗബിൻ്റെ എടുത്ത് പറയണം, നല്ല ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് പുള്ളിക്കാരി എടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവരുടെ ആക്ടിങ്ങും കൈൻഡ് ഓഫ് നല്ല 8.something. സിനിമ ഒരു ക്രൈം ത്രില്ലർ മോഡലിൽ ആ ഒരു ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പോലീസിന്റെ കുറ്റാന്വേഷണം അങ്ങനത്തെ രീതിയിൽ ഒരു ക്രൈം നടക്കുന്നു. പിന്നെ ക്രൈം സീനിനെ ചുറ്റിപ്പറ്റി കുറച്ച് പേരുടെയും പിന്നെ പോലീസിന്റെ ഇന്ററോഗേഷനും പിന്നെ അതുമൂലമാണ് ഫസ്റ്റ് ഹാഫ് ഫുൾ അങ്ങനെയാണ് പോകുന്നത്. അതായത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ അവരുടെ കാര്യങ്ങൾ പറയുന്നു, അത് പോലീസിന്റെ ഭാവനയിൽ അത് കാണിക്കുന്നു, അല്ലെങ്കിൽ മീൻസ് അത് കാണിക്കുന്നു. അത് പ്രസന്റ് ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് പോകുന്നതാണ്. അപ്പം ആ ഒരു മീറ്റർ ഇങ്ങനെ പിടിച്ച് നല്ല കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് സെക്കൻഡ് ഹാഫിന് ശേഷം പിന്നെ കുറച്ചുകൂടെ ഒരു പ്ലോട്ട് കുറെ കൂടെ ഒന്ന് ഇത് എക്സ്പാൻഡഡ് ആവുന്നു. ഇത് എങ്ങനെയല്ല, കാരണം ഇതുവരെ കാണിച്ച ഓരോരോ കാര്യങ്ങൾ അങ്ങനെയല്ല. ഓരോ കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്ത് പോകുന്നതാണെങ്കിൽ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് പരത്തി ഒന്ന് പോയി അതെങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇതൊരു ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സിനിമ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിൽ വന്നവരല്ല, ഇത് കുറച്ച്, അതായത് ഈ സിനിമയുടെ ലൊക്കേഷൻ വരുന്നത് കുറച്ച് കാര്യങ്ങൾ 2-3 ഇത് മാത്രം. എൻ്റെ സിനിമ നടക്കുന്നത് ഈ ഒരു കുറച്ച് ലൊക്കേഷൻ മാത്രമാണ്. അപ്പം അതിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അപ്പം നമുക്കൊരു ഇതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റി നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമയുടെ നല്ല രീതിയിൽ ഒരു എന്താ പറയുക, എനിക്കാണെങ്കിൽ പൊതുവെ മിസ്റ്ററി അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ക്രൈം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പേടിപ്പെടുത്തുന്ന ഒരു രീതിയിൽ എടുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് ഈ സത്യം പറഞ്ഞ ഇടയ്ക്ക് നല്ല രീതിയിൽ പേടിക്കുന്ന ഒരു എലമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നുറുങ്ങ തമാശകൾ ഇതിനകത്ത് വരുന്നുണ്ട്. നുറുങ്ങ തമാശകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനർ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പറയില്ലേ, നമ്മൾ റിയൽ ലൈഫിലൊക്കെ പറയുന്നില്ല, അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഓവറോൾ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ബേസിൽ ജോസഫ് ഓക്കെ, പുള്ളിക്കാരൻ കുറെ കൂടെ റിപ്പറ്റേഷനൊക്കെ പോലെ തോന്നിപ്പോയി കുറേ ക്യാരക്ടേഴ്സിൻ്റെ കുറേ സിനിമകളിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ എന്തെന്നാണോ അതിൻ്റെ രീതിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിലൊരു ത്രില്ല് എടുപ്പിച്ചിട്ട് അവസാനം വരെ ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതൊരു അവസാനം ഇത് എങ്ങനെ ആയിത്തീരും എന്നുള്ളൊരു ഇതിലൊരു എക്സ്പെക്ടേഷനിലായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു സിനിമ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലൊരു തിയേറ്ററിൽ, കാരണം ഇന്നലത്തെ പലരും സിനിമ തിയേറ്ററിൽ നമ്മൾ സിനിമ കാണുന്നു, പിന്നെ OTT വരുമ്പോഴത്തേക്കും വിമർശിക്കപ്പെടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു തിയേറ്ററിൽ നല്ല രീതിയിലുള്ള സൗണ്ട് മിക്സിങ് നടത്തി നല്ല രീതിയിലുള്ള ഇങ്ങനത്തെ ഒരു തിയേറ്ററിൽ വന്ന് ഇങ്ങനത്തെ ഒരു വലിയ സ്ക്രീനിൽ കാണുന്ന ഒരു എഫക്റ്റ് ഒരിക്കലും നമുക്ക് നമ്മുടെ TV-യിലോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്താൽ പോലെ ഈ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കാം ഈ ഒരു, കാരണം എനിക്ക് നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര അതിഭീകരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആകെ മൊത്തം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണിത്.